ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി സുധിയെ സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ട് വരുമ്പോഴേക്കും ചന്ദ്രയും വരുവാണേ. ചന്ദ്ര സുധിയെ ഒരുപാട് തല്ലുന്നുണ്ട്. നീ എന്നെ പറഞ്ഞു പറ്റിച്ചല്ലേ, നിനക്ക് വേണ്ടി ഞാൻ എന്തോരം ഉപകാരങ്ങളാടാ ചെയ്തു തന്നിട്ടുള്ളത്, എന്നോട് തന്നെ നീ ഇതൊക്കെ ചെയ്തല്ലോ, എന്നോട് നീ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്, മീരൊക്കെ മാല തിരിച്ചു കൊടുത്തു, ശ്രുതിക്ക് വേണ്ടത് കൊടുത്തു, എല്ലാം പറഞ്ഞ് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് തല്ലുന്നുണ്ട് സുധിയെ. സുധി പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടൊന്നും ചന്ദ്ര കേൾക്കുന്നില്ലേ. അവസാനം സച്ചി ഇടപെട്ട് ചന്ദ്രയെ മാറ്റുന്നുണ്ട്. അമ്മ ഇത് വീടല്ല, ഇതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി പറഞ്ഞ് സംസാരിക്കാം, നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ടേ, എനിക്കിപ്പോൾ വീട്ടിലോട്ടല്ലടാ പോകേണ്ടത്, എനിക്ക് മുക്കുബണ്ടം തന്ന് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് പറ്റിച്ച ആ കള്ളിയില്ലേ, ആ ശ്രുതി, അവളുടെ അടുത്തോട്ട് പോകണം എന്ന് പറയുവാണേ. അങ്ങനെ ചന്ദ്രയും ശ്രുതിയും സച്ചിയും കൂടി നേരെ മീരയുടെ വീട്ടിലോട്ട് പോവാണ്. ചന്ദ്ര അത്രയ്ക്കും നല്ല ദേഷ്യത്തിലാണ്. സ്വർണ്ണമാണെന്ന് പറഞ്ഞ് മുക്കുബണ്ടവും തന്നു, അതുമൂലം തൻ്റെ പുഞ്ഞാര മകൻ ജയിലിലും കിടന്നു. ചന്ദ്രക്കെല്ലാം കൂടി അങ്ങോട്ട് ഭ്രാന്തളകിയിരിക്കുവാണ്. നേരെ മീരയുടെ വീട്ടിലോട്ട് പോവാണ്. സച്ചിയുടെ കാറ് വീടിന്റെ മുറ്റത്തെത്തുമ്പോഴേക്കും ശ്രുതിക്കും മീരക്കും സന്തോഷാവാണ്. അവരുടെ വിചാരം സ്വർണ്ണമാല കൊണ്ട് കൊടുത്തപ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സ് മാറി. കത്ത് വായിച്ചപ്പോഴേക്കും ശ്രുതിയോടുള്ള സ്നേഹം കൂടി തിരിച്ചു വിളിക്കാൻ വന്നതെന്നൊക്കെയാണ് മീരയുടെയും ശ്രുതിയുടെയും മനസ്സിൽ. ശ്രുതി ഓടിപ്പോയി ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. മീരെ, ഞാൻ പറഞ്ഞില്ലേ ആൻറ്റിയുടെ മനസ്സ് മാറും, ആൻറ്റി എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നതാ, ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ഈ ശ്രുതി. ബാഗും പാക്ക് ചെയ്ത് ഹോളിലോട്ട് ഇങ്ങനെ നടക്കുമ്പോഴേക്കും ചന്ദ്രയും സച്ചിയും ശ്രുതിയും കൂടി അകത്തോട്ട് കയറുവാണ്. ചന്ദ്രയെ കാണുന്നതും നമ്മുടെ ശ്രുതി ഓടിപ്പോകുന്നുണ്ട്. ആൻറ്റി എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നതും ചന്ദ്രയുടെ അടുത്തോട്ട് ചന്ദ്ര കൈ വീശി ശ്രുതിയുടെ മുഖത്തിട്ട് ഒറ്റ അടി കൊടുക്കുവാണ്. അത് കിട്ടുമ്പോഴേക്കും മീര അങ്ങോട്ട് ഞെട്ടിത്തെരിക്കുവാണ്. ശ്രുതിക്കും ഭയങ്കര ഷോക്കാവാണ്. കാരണം തന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വന്ന ആൻറ്റി എന്തിനാണ് തൻ്റെ മുഖത്തടിച്ചതെന്നുള്ളൊരു ടെൻഷനിൽ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ചന്ദ്രയെ. ആൻറ്റി, എന്താ ആൻറ്റി ഇതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ആൻറ്റി നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്, നീ എന്താടി കരുതിയത്, ഒരു കത്തും സ്വർണ്ണമാലയും എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുതന്ന അതിലെൻ്റെ മനസ്സലിയുമെന്നോ, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാൻ വരുമെന്നാണോടി നീ കരുതിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി അങ്ങടെ ആകെ വല്ലാണ്ടാവുകയാണ്. ശ്രുതി മീരയും നോക്കുന്നുണ്ട്. മീരയും ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ ഓർത്തു വാക്കിൽ മാത്രമേ നിനക്ക് കള്ളത്തരം ഉള്ളൂന്നു, ഇതിപ്പോൾ പ്രവൃത്തിയിലും നീ ഒരു നല്ല ഒന്നാം തരം കള്ളിയാണല്ലോടി, നീ എങ്ങനെയാടി ഇത്രയും കള്ളത്തരമുള്ളൊരു മനുഷ്യ സ്ത്രീ ഉണ്ടാവുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്തൊക്കെയായി പറയുന്നത്, എനിക്ക് ആൻറ്റി എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്, ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട ആ കത്ത് എഴുതിയത് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരഞ്ഞ് അഭിനയിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ മനസ്സിൽ തൊട്ടെഴുതിയ കത്ത്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ അടുത്തോട്ട് പോവാണേ. ശ്രുതി, നീ എന്ത് പണിയായി കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയും, എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താടാ ശ്രുതി ഇപ്പോഴും ഒരു സൗമ്യ ഭാവത്തോടെ അവളോട് സംസാരിക്കുന്നത്, ഒരെണ്ണം മുഖത്തിട്ടടിച്ച് പൊട്ടിക്കട അവളുടെ, എന്നിട്ട് സംസാരിക്കട എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് അതിന് കൈ പൊങ്ങുന്നില്ല. കാരണം ശ്രുതിക്കുള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ശ്രുതിയോട് സ്നേഹമാണ്. ശ്രുതി പറയുന്നുണ്ട്, നീ ചെയ്തതിനൊക്കെ അനുഭവിച്ചത് ഞാനാണെന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിക്കും മീരക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്തൊക്കെയാ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ടേ, സ്വർണ്ണമാണെന്ന് പറഞ്ഞ് മുക്കുബണ്ടം കൊണ്ടുതന്ന ഞങ്ങളാരും അറിയില്ലെന്നോർത്തോടി, ഞങ്ങളത് വിശ്വസിക്കുമെന്ന് ഓർത്തോടി എന്ന് പറഞ്ഞ് ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. ശ്രുതി അത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഷോക്കാവുകയാണേ. ഇവരെങ്ങനെ ഇത്ര പെട്ടെന്ന് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു, ആ കത്തും വായിച്ച് എന്നെ വീട്ടിലോട്ട് തിരിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ആ മാല ഒന്ന് അവിടെ നിന്ന് മാറ്റിക്കാം എന്നാണല്ലോ ഞാൻ ഓർത്തത്, അതിനു മുമ്പ് ഇവർ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയോന്നൊക്കെ ആലോചിച്ച് ശ്രുതി ഇങ്ങനെ ടെൻഷനാവുകയാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് കടയിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു, അമ്മ ആ മാല കിട്ടിയപ്പോൾ തന്നെ അമ്മയ്ക്ക് അത് വേണ്ടാന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മീര നോക്കുന്നുണ്ട് ശ്രുതിയെ. ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇപ്പോൾ അത് മുക്കുബണ്ടമല്ല സ്വർണ്ണമാണ് എനിക്ക് തന്നതെങ്കിൽ പോലും ആ മാല എനിക്ക് വേണ്ടായിരുന്നുണ്ട്, ഞാനത് അപ്പം തന്നെ മീരയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഇവനെ ഏൽപ്പിച്ചതാ, പക്ഷെ ഇവൻ അത് ചെയ്തില്ല, ഇവൻ്റെ ഉള്ളിലുള്ള കള്ള സ്വഭാവം പുറത്തെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുവേ, എനിക്ക് പൈസയുടെ ആവശ്യമുള്ളതുകൊണ്ട് പറ്റിപ്പോയതാ അമ്മേ, ഞാൻ ആ മാല ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാൻ നോക്കിയെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ഷോക്കാവാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഞാൻ എവിടെയാ താമസിച്ചതെന്ന് നിനക്കറിയോടി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു, ജയിലിലായിരുന്നു ഞാൻ ഇന്നലെ അന്തി ഉറങ്ങിയെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി നിന്ന് പൊട്ടിക്കരയുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഞാൻ വേണോന്ന് വെച്ചിട്ടല്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, നിർത്തവിടെ, വേണോന്ന് വെച്ചിട്ടല്ല, പിന്നെ എങ്ങനെയാടി നീ കവറിങ് ആഭരണമല്ലേ എൻ്റെ അമ്മയ്ക്ക് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തത്, അനുഭവിച്ചതൊക്കെ ഞാനാ, ആ സ്റ്റേഷനിൽ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയാവോടി, നീ ചെയ്തിരുന്നതിനൊക്കെ അനുഭവിക്കുന്നത് ഞാനാ, മതി ശ്രുതി, എനിക്കിനി നിന്നെ വേണ്ടാന്ന് പറയുവാണ് ശ്രുതി. അത് കേൾക്കുമ്പോഴേക്കും
ചന്ദ്രക്ക് സന്തോഷാവാണ്. ഹോ, ഇവളെ മറക്കാൻ ഇവള് തന്നെ ഒരവസരം സുധിക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൊരു ഭാവമാണ് ചന്ദ്രക്ക്. കേട്ടല്ലോ, എന്റെ മകൻ ഇനി നിന്നെ വേണ്ടെന്ന്. ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ, ആ കള്ളത്തരങ്ങളൊക്കെ വെച്ച് ഇനി വേറെ ഏതെങ്കിലും പണക്കാരനെ മയക്കാൻ നോക്കടി നീ. ഇനി നിന്നെ ഞങ്ങളുടെ നിഴൽ വട്ടത്ത് പോലും കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. ശ്രുതി ആൻറ്റി സോറി ആൻറ്റി, എനിക്ക് ആൻറ്റി അത്രയ്ക്ക് ഇഷ്ടമായോണ്ടാ, എനിക്ക് ശ്രുതിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അത് അവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി നിന്നെ വേണ്ടെന്ന്. ഇനി നീ അതേക്കുറിച്ച് മിണ്ടരുത്. നിന്നെ ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ആവശ്യമില്ല. കേട്ടോടി, വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. സച്ചി ഒന്നും മിണ്ടാതെ അവരുടെ കൂടെ തന്നെ പോവാണ് കേട്ടോ. മീര ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പോട്ടെ ശ്രുതി, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇനിയെങ്കിലും ഈ കള്ളത്തരയൊക്കെ അവസാനിപ്പിച്ച് സത്യസന്ധമായിട്ട് ജീവിക്കാൻ. ഇതൊന്നും ശാശ്വതമല്ല ശ്രുതി, ഇനിയെങ്കിലും നീ നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കുക, ആരെയും പറ്റിക്കല്ലേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്യും മീരെ, എനിക്ക് ആ വീട്ടിൽ ശ്രുതിയുടെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് നല്ല ധൈര്യം കൈവരിച്ച് പറയുന്നുണ്ടേ, നോക്കിക്കോ, എങ്ങനെയെങ്കിലും ഞാൻ ആ വീട്ടിൽ കയറിയിരിക്കും, ശ്രുതിയായി പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചിയും ചന്ദ്രയും സുധിയും കൂടി നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. സുധിയെ കാണുന്നതും രവി ഓടി വന്നിട്ട് മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തിനാ നീ മാല ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചത്, നിനക്ക് പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞൂടായിരുന്നോ, എന്തിനാ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ കേട്ടിട്ടില്ലേ, കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന്, ഇതുപോലെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയിട്ടുണ്ട് ഇവൻ. അച്ഛൻ ഓർമ്മയില്ലേ, രേവതിയുടെ ആഭരണങ്ങളൊക്കെ മുക്കുപണ്ടമാക്കി മാറിയത്, അതിന് ദൈവം തന്നെ കൊടുത്ത തിരിച്ചടിയാണച്ച ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധി പറയും, ശവത്തി കുത്തല്ലേടാ സച്ചി, അച്ഛ എനിക്ക് പറ്റിപ്പോയി, കടയിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ അച്ഛ, ഞാൻ ആരെയും, എൻ്റെ കയ്യിൽ പൈസയും ഇല്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തു പോയതാ അച്ഛ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും ചീത്ത പറയുന്നുണ്ട്, നീ വായ തുറക്കരുത് സുധി, നീ എന്നു മുതലാടാ ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയത്, ഇനി നീ കള്ളത്തരങ്ങളൊന്നും ചെയ്യില്ലെന്ന് എന്നെ തൊട്ട് സത്യം ഇടാന്നൊക്കെ പറഞ്ഞ് സത്യമൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രനും പറയുന്നുണ്ട്, സുധി നീ സത്യസന്ധമായിട്ട് ജീവിക്കാൻ പഠിക്ക്, ആ കള്ളത്തരങ്ങളൊക്കെ ഉപേക്ഷിക്ക്, ഒരു പുതിയ സുധിയാവ്, ഇനിയെങ്കിലും നീ നന്നാവടാന്നൊക്കെ പറഞ്ഞ് സുധിയെ ഉപദേശിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് സുധിയും പൊട്ടിക്കരയുന്നുണ്ട്. അന്ന് സ്വർണ്ണക്കടയിൽ അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പണയം വെക്കാൻ പോയപ്പോഴേക്കും ഞാനും രേവതിയും നേരിട്ട അപമാനമുണ്ടല്ലോ, രേവതി അന്ന് സ്വർണ്ണക്കടയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു വെച്ചാൽ ആ കണ്ണീരിൻ്റെ ഫലവാ ഇന്നിവൻ അനുഭവിച്ചതെന്നൊക്കെ വീണ്ടും സച്ചി പറയുന്നുണ്ടേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അതല്ലെങ്കിലും അങ്ങനെയാടാ, തെറ്റ് ചെയ്തവൻ എന്നാണെങ്കിലും ഉപ്പ് തിന്നവൻ എന്നാണെങ്കിലും വെള്ളം കുടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധി വീണ്ടും പറയുന്നുണ്ട്, അച്ഛാ ഇനി ഞാൻ ചെയ്യില്ല അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ഇനി തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് ചന്ദ്രയോടും രവീന്ദ്രനോടും. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ ടാക്സി സ്റ്റാൻഡാണ്. അവിടേക്ക് രേവതി വരുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ രേവതി ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ശരത്ത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു സച്ചിയേട്ടാ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അവൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ഇപ്പോൾ ടാക്സി സ്റ്റാൻഡിലോട്ട് വരുമെന്ന്. എന്താ കാര്യം, അവൻ്റെ റിസൾട്ട് വന്നോ, അവൻ പാസ്സായോ രേവതി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എനിക്കറിയില്ല സച്ചിയേട്ടാ, ശരത്ത് ഏതായാലും വരട്ടെ നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ശരത്ത് എത്തുമ്പോഴേക്കും സച്ചി ഓടിപ്പോയി ചോദിക്കുന്നുണ്ട്, ശരത്തെ റിസൾട്ട് വന്നോ, നീ പാസ്സായോടാ, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നീ എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ റിസൾട്ട് വരാൻ ഇനിയും സമയമുണ്ട്, ഞാനിപ്പോൾ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞത് വേറൊരു കാര്യത്തിനാന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്താടാ ശരത്തെ, എന്താ കാര്യം എന്ന് പറയുമ്പോഴേക്കും എല്ലാം ദേവുവിൻ്റെ കാര്യമാണ് ചേച്ചി എന്ന് പറയുവാണ് ശരത്ത്. ദേവുവിന് എന്ത് പറ്റിയെന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി ദേവു കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുക, ഇപ്പോൾ അരുണേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് വീട്ടിലോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നെ മറന്നേക്ക്, ഇനി നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല എന്ന് അരുണിനോട് ദേവു ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക, ദേവു കാരണം സച്ചേട്ടൻ്റെയും രേവതി ചേച്ചിയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ശരത്ത് പറയുമ്പോഴേക്കും രേവതിക്ക് സങ്കടമാവുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നല്ല തീരുമാനമല്ലേ, ഇതെന്താ ഇത്ര വിഷമിക്കാനെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും രേവതിയും ശരത്തും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് സച്ചിയെ. അവൾ എന്നെയും അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴേക്കും അവൾക്ക് മനസ്സിലായി അവൾ പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ, അവളെല്ലാം ഉൾക്കൊള്ളും, അവൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ടേ, അങ്ങനെയല്ല സച്ചിയേട്ടാ, ദേവു പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇതൊക്കെ പറഞ്ഞു പൊട്ടിക്കരയുമായിരുന്നു, ഇപ്പോൾ എപ്പോഴും മുറിയിൽ ഒറ്റയ്ക്കിരിപ്പ, ഭക്ഷണം പോലും കഴിക്കാറില്ല, ആരോടും മിണ്ടാറുമില്ല, കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു സച്ചിയേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് ശരത്ത്. അത് തെറ്റായിട്ടുള്ള ഒരാളെ താൻ പ്രണയിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തിലാണ് ദേവു കരയുന്നത്
പറയുന്നതെന്നാണ് സച്ചി പറയുന്നത്. അപ്പോഴേക്കും രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. സച്ചിയേട്ടാ, ബാക്കിയുള്ളവർ പറയുന്നതൊന്ന് കേക്ക്, എപ്പോഴും സച്ചിയേട്ടനായിട്ട് തന്നെ ഒരു തീരുമാനത്തിൽ എത്താതെ എന്നൊക്കെ പറഞ്ഞ് രേവതി ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് സച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. രേവതി ചേച്ചിയെ പോലെ തന്നെ ദേവും ചെറുപ്പത്തിലെ ഭയങ്കര കഷ്ടപ്പെട്ട സച്ചിയേട്ട പഠിച്ചതും വളർന്നതും. അവൾ പഠിക്കുമ്പോൾ തന്നെ ജോലിക്കും പോകുമായിരുന്നു, അമ്മയും സഹായിക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് വളർന്നു വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല ബുദ്ധിയുള്ള കുട്ടി ദേവു തന്നെയാണ്. അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്, കാര്യസാമർഥ്യമുണ്ട്. അവൾക്ക് നല്ലത് ഏതാ ചീത്ത ഏതാന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ അരുണിനെ പോലെ ഒരാളെ സ്നേഹിച്ചതും. അരുണേട്ടൻ അവൾ വിചാരിച്ചതുപോലെ ഒരു നല്ലവനാണെങ്കിലോ അവളും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. തെറ്റായിട്ടുള്ള ഒരാളെ അവൾ പ്രണയിക്കുന്ന എനിക്കും തോന്നുന്നില്ല സച്ചിയേട്ടാന്നൊക്കെ ശരത്ത് പറയുമ്പോഴേക്കും സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ദേവു ഇന്നേ വരെ അവൾക്കായിട്ടൊരു സാധനം വേണമെന്ന് പോലും ആഗ്രഹിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് അവളൊരാഗ്രഹം പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ശരത്ത് ഇമോഷണൽ ആവുകയാണ്. ഇപ്പോൾ പോലും അവൾ അരുണിൻ്റെ വീട്ടിൽ പോയിട്ട് തന്നെ മറക്കാൻ പറഞ്ഞത് അരുണേട്ടനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ സ്നേഹക്കുറവ് കൊണ്ടോ ഒന്നുമല്ല, അതിനേക്കാളും അപ്പുറമാണ് സച്ചിയേട്ടനോടുള്ള അവൾക്കുള്ള ബഹുമാനം എന്നൊക്കെ ശരത്ത് പറയുവാണ്. സച്ചിയേട്ടൻ്റെ സമ്മതമില്ലാതെ ഈ വിവാഹം ഒരിക്കലും നടക്കില്ല. സച്ചിയേട്ടൻ വിചാരിച്ച അവൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു ജീവിതം അവൾക്ക് കിട്ടും എന്നൊക്കെ ശരത്ത് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണ് ശരത്തിനെ. സച്ചിയേട്ടന് വേണ്ടി അവൾ സ്നേഹിക്കുന്ന ഒരാളെ മറക്കാൻ വരെ തീരുമാനിച്ചു. അവൾക്ക് വേണ്ടിയിട്ട് സച്ചിയേട്ടൻ്റെ മനസ്സൊന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിയുടെ നിയന്ത്രണം വിട്ടു പോവാണ്. എന്താടാ, കോളേജിലെ പഠിത്തം കഴിഞ്ഞപ്പോഴേക്കും നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും അല്ല സച്ചിയേട്ടാ ഞാനെന്ന് പറഞ്ഞ് ശരത്ത് തുടങ്ങുമ്പോഴേക്കും സച്ചി പൊട്ടിത്തെറിക്കുവാണേ. മതിയടാ, നിർത്ത്. എല്ലാവരും എന്തോ ഞാനെന്തോ ദേവുവിന് ദോഷം വരുന്ന കാര്യം എന്തോ ചെയ്യുന്ന പോലെയാണല്ലോ പറയുന്നത്. എനിക്കും ദേവുവിനോട് സ്നേഹമുണ്ട്, ദേവുവിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞ് സച്ചി ബഹളം വെക്കുവാണ്. അയാൾ നല്ലവനല്ലടാ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശരത്ത് വീണ്ടും സച്ചിയെ സമാധാനിപ്പിക്കാൻ, ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയാൻ നോക്കുന്നുണ്ടേ. അപ്പോഴേക്കും സച്ചി പറയും, മതിയടാ നിർത്ത്. നീ ഒരാണായതുകൊണ്ട് തന്നെ നിനക്കറിയാൻ പറ്റും നിന്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഒരു പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി എന്തുമാത്രം കള്ളത്തരമൊക്കെ പറയുന്നു. അതുപോലെ തന്നെയാണ് ഇത്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. നിനക്കൊന്നും ഒരാളെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള കഴിവില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല, എനിക്കൊരാളെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ സച്ചി പറയുവാണ്. ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി അവരെന്ത് കള്ളത്തരവും കാണിച്ചു കൂട്ടും. അതുപോലെയുള്ള ഒരാളാ ഈ അരുണും. കപടമുഖമാ അവൻ്റെ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല, എനിക്കറിയാമെന്ന് സച്ചി പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവാണേ. രേവതി ശരത്തിനോടായിട്ട് പറയുന്നുണ്ട്, മതിയുടെ ശരത്തെ, ഈ സച്ചിയേട്ടനെ മാത്രമേ എല്ലാ കാര്യങ്ങളും അറിയത്തുള്ളൂ, ഭയങ്കര ബുദ്ധിശാലിയാന്നൊക്കെ പറഞ്ഞ് രേവതി ആക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, പക്ഷേ മനുഷ്യന്മാരെ ഞാൻ നല്ല പോലെ പഠിച്ചിട്ടുണ്ട്. അരുൺ നല്ലവനാണോ നീ പറ എന്ന് സച്ചി ചോദിക്കുവാണ്. എൻ്റെ കാർ എത്ര പ്രാവശ്യമാണ് അയാൾ പിടിച്ചോണ്ടും പോയതെന്ന് പറയുമ്പോഴേക്കും രേവതി നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. സച്ചേട്ടനും അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുവാണ് രേവതി. എൻ്റെ കാറിന് ബ്രേക്ക് ഇല്ല എന്നറിഞ്ഞിട്ടും എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ നോക്കിയവനാ അവൻ. അതൊന്നും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലേ? എല്ലാവരും കൂടി എന്നെ പാഠം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി ചൂടാവുകയാണ്. സച്ചിയേട്ടാ, അത് നിങ്ങൾക്കിടയിൽ ഉണ്ടായൊരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാ, നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ശരത്ത് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണേ. എന്നാൽ പോയി നീ പൂമാലയൊക്കെ മേടിച്ചോണ്ട് വാ, നമുക്കിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണേ. എന്നിട്ട് സച്ചി ഇമോഷണൽ ആവുകയാണ്. നീ നേരത്തെ പറഞ്ഞല്ലോ രേവതിയും ദേവും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നു വലുതായതെന്ന്. ഞാൻ എൻ്റെ ചെറിയ പ്രായം തൊട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇമോഷണൽ ആവുകയാണ്. ഇപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും മാറാം. എൻ്റെ വീട്ടിൽ ശ്രീകാന്തിനും സുധിക്കും കിട്ടുന്ന മര്യാദയൊന്നും എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അച്ഛൻ മാത്രമാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത്. എൻ്റെ അമ്മ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നതെന്ന് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒന്നും മാറാൻ പോകുന്നില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ദേവു പോകുന്ന വീട്ടിൽ അവൾക്ക് എല്ലാ മര്യാദയും അവിടെ കിട്ടണം, എല്ലാ ബഹുമാനവും കിട്ടണം. അവളെ ആരും അടിച്ചമർത്തരുത്. നിങ്ങൾക്കറിയാലോ നിൻ്റെ ഈ ചേച്ചി രേവതി, അവളോട് എങ്ങനെയാണ് എൻ്റെ അമ്മ പെരുമാറുന്നതെന്ന് നീയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇരട്ടി സ്നേഹം ഞാനും എൻ്റെ അച്ഛനും വീട്ടിലുള്ള ശ്രീകാന്തും കൊടുക്കുന്നുണ്ട് ഇവക്കെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. വീട്ടിലുള്ള ആര് ശരിയല്ലെങ്കിലും ശരി, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ നല്ലവനായിരിക്കണം, നല്ല പാത പിന്തുടരുന്നവനായിരിക്കണം. ഇപ്പോൾ ദേവു അയാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവൾക്ക് എപ്പോഴും ദുരിതമായിരിക്കും. ആ വീട്ടിൽ ഭാര്യയെ ഒരു അക്യൂസിനെ പോലെ ആയിരിക്കും അരുൺ കാണുന്നത്. അവളുടെ ജീവിതം തന്നെ പോകുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി ഓരോ തീരുമാനത്തിൽ എത്തുന്നതെന്ന് ചോദിക്കുവാണ്.
ദേവുവിന് അയാളെ ഇഷ്ടമാണല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, ദേവു ചെറിയ കുട്ടിയാ, അവൾക്ക് എങ്ങനെ ഒരാളെ മനസ്സിലാക്കാൻ കഴിയും, അവൾക്കതൊന്നും അറിയത്തില്ല. ദേവുവിന് കല്യാണം ഞാൻ നോക്കും. ഇന്ന് ഞാനൊരു പയ്യനെ കണ്ടായിരുന്നു, പക്ഷെ ആ ചെക്കൻ കൊള്ളില്ല, അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. ദേവുവിന് നല്ല ഗോൾഡ് തങ്കം പോലത്തെ ഒരു പയ്യനെ ഞാൻ കൊണ്ടുവന്ന് നിർത്തും, അവളെ അയാൾ നല്ലതുപോലെ നോക്കും, നിങ്ങൾ ആരും അതേക്കുറിച്ചോർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ സച്ചി പറയുവാണ്. അതല്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് ശരത്ത് വീണ്ടും പറയാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, മതിയടാ നിർത്ത്, ഏതായാലും ദേവു തന്നെ അയാളെ വേണ്ടെന്ന് പറഞ്ഞല്ലോ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ, നിങ്ങൾ ആരും ഇനി വീണ്ടും അവളോട് പോയി സംസാരിച്ച് വീണ്ടും വെറുതെ അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും കൊടുക്കാൻ നിൽക്കരുതെന്നൊക്കെ സച്ചി ചീത്ത പറയുന്നുണ്ട് ശരത്തിനോട്. ശരത്ത് വീണ്ടും സച്ചിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്, എനിക്ക് പോകണം, നിങ്ങൾ ആരും ഇതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോവാണേ. അപ്പോഴേക്കും ശരത്തിന് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ശരത്ത് രേവതിനോടായിട്ട് പോയി പറയുന്നുണ്ട്, ചേച്ചി എന്താ ഈ സച്ചിയേട്ടൻ ഇങ്ങനെയെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ആ അരുൺ നല്ലവനല്ലെന്ന് തന്നെയാ സച്ചിയേട്ടൻ വിശ്വസിക്കുന്നത്, അത് മാത്രമല്ല ദേവുവിന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനും സച്ചിയേട്ടൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ദേവുവിന് ഇഷ്ടപ്പെട്ടൊരു ജീവിതം നേടിക്കൊടുക്കാൻ സച്ചിയേട്ട് ശ്രമിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് പോലും കേൾക്കാൻ സച്ചിയേട്ടൻ കൂട്ടാക്കുന്നില്ല, ഇനി എന്ത് ചെയ്യും ചേച്ചി, ഞങ്ങൾ ദേവുവിൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കെന്നൊക്കെ ശരത്ത് പറയുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, എനിക്കറിയില്ല ശരത്തെ, ഞാൻ പയ്യെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സച്ചിയേട്ടനോട് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം, നിങ്ങൾ ആരും വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നും പോവാണ്. വൈകിട്ട് സച്ചി വരുമ്പോഴേക്കും വീണ്ടും രേവതി ഇതേപ്പറ്റി സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്ക് എൻ്റെ കയ്യിൽ 2-3 പയ്യന്മാരുടെ ആലോചനയൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ നാളെ തന്നെ പോയി അവരെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ പോവാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ആദ്യം തന്നെ സച്ചിയേട്ടൻ ദേവുവിന് വേണ്ടി ഈ പയ്യനെ നോക്കുന്ന പരിപാടി ഒന്ന് നിർത്തുമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കും, അതെന്താ രേവതി നീ നിർത്താൻ പറയുന്നേ, ദേവുവിന് പിന്നെ കല്യാണം കഴിക്കണ്ടേ, എന്താ അവളെ കെട്ടിച്ചു വിടുന്നത് നിനക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇഷ്ടമാണോന്നോ, ദേവുവിൻ്റെ കല്യാണം എൻ്റെ സ്വപ്നമാണ്, പക്ഷേ ദേവു ജീവിക്കുന്നത് ദേവുവിന് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ ചുറ്റി വലിച്ച് എങ്ങോട്ടാ ഇത് കൊണ്ടുവരുന്നതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ കൂടെ ജീവിക്കാൻ പോകുന്നത് അവളാ, സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ അരുൺ എന്ത് റോളാണെന്ന് കണ്ടു വെച്ചിരിക്കുന്നത് പോലെ അവളുടെ ജീവിതത്തിൽ അരുൺ എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല, അവളുടെ അടുത്ത് അരുൺ നല്ല മനുഷ്യനായിരിക്കും, അരുൺ അവളെ പൊന്നുപോലെ നോക്കും, ആ അമ്മയ്ക്കെന്ന് പറഞ്ഞ ദേവുവിന് ഭയങ്കര ഇഷ്ടമാണ്, അവൾ നല്ല മരുമകളുമായിരിക്കും, നല്ലൊരു അമ്മായിയമ്മയായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്നത്, സച്ചേട്ടൻ അതേക്കുറിച്ചൊന്ന് ആലോചിച്ചിങ്ങനെ ടെൻഷൻ അടിക്കാതെ, സച്ചേട്ടനോട് അപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും അരുൺ അങ്ങനെ പെരുമാറിയത്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല സച്ചിയേട്ടാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി നിങ്ങൾക്കൊന്നും ഒരാളെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് ദേവുവിനെ അരുണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്ന് വിചാരിക്കുക, പക്ഷേ നാളെ അനുഭവിക്കാൻ പോകുന്നത് ദേവു ഒറ്റയ്ക്കായിരിക്കും, അങ്ങനെ അവളെ വിഷമിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമില്ല, അവൾ എൻ്റെ സ്വന്തം പെങ്ങളാ രേവതി, നിൻ്റെ പെങ്ങൾ മാത്രമല്ല എൻ്റെയും കൂടി പെങ്ങളാ അവൾ, അവളെ സുരക്ഷിതമായിട്ടുള്ള ഒരു കൈകളിൽ വേണം എനിക്ക് ഏൽപ്പിക്കാൻ എന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ രേവതി വീണ്ടും വീണ്ടും ഈ അരുണിൻ്റെ കാര്യം തന്നെ എങ്ങനെയെങ്കിലും ചുറ്റിവളിച്ചെത്തിക്കാൻ നോക്കുമ്പോഴേക്കും സച്ചി അവിടെ കിടന്ന് ബഹളം വെക്കുവാണ്. രേവതി നീ ഇനി അരുണിൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരാൻ നിൽക്കരുത്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവൾക്ക് നല്ല തങ്കം പോലത്തെ പയ്യനെ കൊണ്ടുവന്ന് നിർത്തുമെന്ന്, ഞാൻ നിർത്തും എന്ന് പറഞ്ഞാൽ നിർത്തും, നിങ്ങളാരും അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, നീ ഇനിയും ഇത് പറഞ്ഞ് ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് വന്നാൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണവും കഴിക്കില്ല, ഈ വീട്ടിലോട്ട് തന്നെ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ബഹളം വെക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.